മാലയിട്ട് വ്രതം നോറ്റ് 18 മലകൾ താണ്ടി 18 പടികൾ കയറിയെത്തുന്ന ഓരോ ഭക്തനും ആദ്യം കാണുന്നതും അറിയുന്നതും തത്വമസി എന്ന വേദാന്ത വാക്യമാണ്. ശബരിമലയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന തത്വമസി വാക്യം സോപാന മുഖപത്മത്തിൽ എത്തിയത് 1982-ൽ. കാരണക്കാരൻ സ്വാമി ചിന്മയാനന്ദനും. അറിയാം തത്വമസിയുടെ കഥ. പുണ്യപാപങ്ങളുടെ ഇരുമുടി കെട്ടുമേന്തി 18 മലകളും 18 പടികളും താണ്ടിയെത്തുന്ന ഓരോ അയ്യപ്പ വിശ്വാസിയെയും സ്വാഗതമരുളുന്നത് 4 അക്ഷരങ്ങളിൽ തീർത്ത ഈ മഹാകാവ്യമാണ് തത്വമസി. നീ തേടിയെത്തിയത് ആരെയോ അത് നീ തന്നെയാകുന്നു. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈശ്വരൻ കുടികൊള്ളുന്നുവെന്ന വേദാന്തവാക്യം. തത്വമസി തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഉൾക്കൊണ്ട് ഓരോ അയ്യപ്പ ഭക്തനും ശബരീശ ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നു. ഈശ്വരൻ നീയാണ് എന്ന ശ്വേതകേതുകുമാരനെ അച്ഛനായ അരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി എന്ന മഹാവാക്യം ഛാന്തോഗ്യോപനിഷത്തിലേതാണ്. തത്വമസി ശബരിമല സന്നിധാനത്തെത്തിയിട്ട് നാളുകൾ അധികമായില്ല. 1982 ഡിസംബർ 8-നാണ് ക്ഷേത്രമുഖപത്മത്തിൽ ഈ വേദവാക്യം സ്ഥാപിച്ചത്. അതിനു കാരണക്കാരനായത് സ്വാമി ചിന്മയാനന്ദനും. തൻ്റെ സന്തത സഹചാരിയായ കാളിദാസൻ ശബരിമല ദർശനത്തിന് പുറപ്പെടുമ്പോൾ ചിന്മയാനന്ദ സ്വാമി ഇങ്ങനെ പറഞ്ഞു: അവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം ദൃശ്യമാക്കുന്ന തരത്തിൽ തത്വമസി എന്ന് എഴുതിവെക്കാൻ അധികാരികളോട് പറയണം. സ്വാമിയുടെ നിർദ്ദേശം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പിനെ കാളിദാസൻ അറിയിച്ചു. തന്ത്രി കണ്ഠരര് നീലകണ്ഠർ 18-ാം പടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. 1982 ഡിസംബർ 8-ന് മേൽശാന്തി പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി തത്വമസി എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും എഴുതിയ ഫലകം സോപാനമുഖത്ത് സ്ഥാപിച്ചു. മുതൽ ഇന്നുവരെ തത്വമസി 18-ാം പടിക്ക് മുകളിൽ സോപാന മുഖപത്മത്തിൽ വിളങ്ങി നിൽക്കുന്നു. 1984 ഏപ്രിൽ 14-ന് വിഷുദിനത്തിലാണ് പിന്നീട് ചിന്മയാനന്ദ സ്വാമി ആദ്യമായി ശബരിമല ദർശനത്തിനെത്തുന്നത്. അന്ത്യജനും അഗ്രജനും ഉയർന്നവനും താഴ്ന്നവനുമില്ലാതെ സകലരും ഈശ്വരനായി മാറുന്ന ശബരിമലയിൽ തത്വമസി എന്ന വേദാന്തവാക്യം തിരിച്ചറിവിൻ്റെ പ്രതീകമാണ്. തത്വമസിയോളം അർത്ഥതലങ്ങളുള്ള മറ്റൊരു ഫിലോസഫിയുമില്ല. സന്നിധാനത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം ഗോകുൽ രമേശ്, ജനം.